വർഷത്തിലൊരു വാരം, ഒരാഴ്ചക്കാലം മുലയൂട്ടൽ വാരമായി ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ബോർഡ് വന്നു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഖുർആൻ 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സന്ദേശം ഇതാ എല്ലാ വീടുകളിലേക്കും എത്തിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളിത് ഏറ്റെടുക്കുക. ആരോഗ്യമുള്ള കുട്ടി ആവശ്യമുള്ളവർ ഇങ്ങനെയുള്ള പരിചരണങ്ങളെല്ലാം അവർക്ക് നൽകുക. ഇങ്ങനെ നൽകി ആ കുട്ടികൾ ഇനി 3 വയസ്സിലേക്ക് കടന്നാൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലം, അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ ഒരു കുട്ടിയുടെ 12 വയസ്സ് വരെയുള്ള കാലത്തെ ബാല്യകാലം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക. ആ ബാല്യകാലത്തെ 3ആയി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. 3 to 6 ആദ്യ ബാല്യവും, 6 മുതൽ 9 വരെ മധ്യബാല്യവും, 9 മുതൽ 12 വരെ അന്ത്യബാല്യവുമാണ്. ഓരോ സമയത്തും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ പഠിച്ച് അതിനനുസരിച്ച പരിചരണം അവർക്ക് നൽകിയെങ്കിലേ നമ്മൾ ആഗ്രഹിക്കും വിധമുള്ള നല്ല മക്കളുണ്ടാകൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബാല്യകാലത്തിൻ്റെ 3 മുതൽ 6 വരെ ഈ പ്രായത്തെ നഴ്സറി ഘട്ടമെന്നാണ് വിദ്യാഭ്യാസ വിശേഷന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ സമയത്ത് കുട്ടികളുടെ മാനസികാവസ്ഥയും ശാരീരിക വളർച്ചയും നമ്മൾ തിരിച്ചറിയണം. എന്താണ് അവരുടെ മാനസികമായ മാറ്റം? 3 വയസ്സ് മുതൽ കുട്ടികളുടെ മാനസികമായ മാറ്റം ചോദിച്ചാൽ, ഒന്ന്, തലച്ചോറിൻ്റെ വളർച്ച 90% പൂർത്തിയാകുന്നത് ഈ നഴ്സറി ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അവരുടെ തലച്ചോറ് ഉപയോഗപ്പെടുത്തുന്നതിൽ ചില കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്. അതിലേറ്റവും മുന്നിലുള്ളത് ഏതാ? അനുകരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വാസനയുണ്ട് മനുഷ്യൻ. വേറെ മൃഗങ്ങൾക്കൊന്നും അതില്ല, ജീവികൾക്കത് കൊടുത്തിട്ടില്ല. ഒരാന മരം വലിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം വേറൊരു ആന മരം വലിച്ചോണമെന്നില്ല. ഒരു കുരങ്ങ് സർക്കസ് കളിക്കുന്നത് കണ്ട് ബാക്കി കുരങ്ങന്മാർ സർക്കസ് കളിക്കൂല, അതിനെ വേറെ പരിശീലിപ്പിക്കണം. മനുഷ്യൻ അങ്ങനെയല്ല. ഒരാൾ എത്തിപ്പിടിച്ച ഒരു നേട്ടം കണ്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം കമ്പ്യൂട്ടർ ഉണ്ടല്ലേ, ഇപ്പം ഒരു നഖത്തിൻ്റെ വലിപ്പമുള്ള കമ്പ്യൂട്ടറായി, അത്ര ചെറുതായി. കാരണം ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാ? നമ്മളെക്കാളും വലിപ്പമുള്ള വലിയൊരു ആൾമരണമായിട്ടുള്ളതായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾക്ക് അങ്ങനെ കഴിവില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റൊരാൾ ചെയ്യുന്നതും പറയുന്നതും കാണിക്കുന്നതും അതുപോലെ അനുകരിക്കുക എന്നൊരു പ്രത്യേക സിദ്ധിയുള്ളവനാണ്. ആ അനുകരണ ശേഷി മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് നാം നഴ്സറി ഘട്ടത്തിലാകുമ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, വിദേശ രാജ്യത്ത് മുതിർന്നവരായതിനു ശേഷം നമ്മൾ പോയാൽ 10 കൊല്ലം 5 കൊല്ലമൊക്കെ ജോലി ചെയ്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും അറബി നമ്മൾ വേണ്ട പോലെ പഠിച്ചിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ? പ്രായമായതിന് ശേഷം നമ്മൾ പഠിക്കും, നമുക്ക് ഒരുപാട് ചിന്ത വരും. ഗ്രാമർ തെറ്റോ പഠിച്ചോനെ, ഇത് ശരി തന്നെയാണോ അല്ല, ഇങ്ങനെയൊക്കെയുള്ള തോന്നലോട് വരുമ്പോൾ എന്താവില്ല, ഇതോട് പഠിക്കാൻ കഴിയില്ല. എന്നാൽ ചെറിയ കുട്ടിയാകുമ്പോൾ എന്താ തകരാറെന്നറിയോ? ഈ കുട്ടിക്ക് ഒരു ഗ്രാമറും നോക്കണ്ട, ഒന്നും നോക്കണ്ട, കേട്ട് തത്ത പറയും പോലെ അവിടെ പറയല. അതുകൊണ്ട് തന്നെ 3 വയസ്സാകുമ്പോഴേക്ക് ഇംഗ്ലീഷുകാരൻ്റെ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളിയുടെ കുട്ടി മലയാളം പഠിക്കുന്നു, തമിഴൻ്റെ കുട്ടി തമിഴ് പഠിക്കുന്നു. ഇത് അനുകരണശേഷി കൊണ്ടാണ്. ഈ പ്രത്യേകമായ ഗുണം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നഴ്സറി പ്രായമുള്ള കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് അനുകരിക്കാൻ പറ്റിയതല്ലാത്ത ഒന്നും നമ്മൾ പ്രദർശിപ്പിക്കാൻ പാടില്ല. അത് ഉമ്മമാരുടെ വേഷവിധാനമായാലും TV-യിലൂടെ തുറന്ന് കാണിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും പ്രദർശിപ്പിക്കുന്നതാണെങ്കിലും നമ്മൾ നേരും നെറിയും തിരിച്ചറിയാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഈ ചെറിയ കുരുന്നുകൾക്ക് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയില്ല. ഈ പ്രായത്തിൽ അവരെന്ത് കണ്ടാലും കണ്ടത് അങ്ങനെ തന്നെ അനുകരിച്ചു പോകും. അതിനാൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ചെറിയ കുട്ടികളുള്ളിടത്ത് നമ്മൾ സംസാരിക്കാവൂ, നമ്മൾ പെരുമാറാവൂ. ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് പോലും ഈ മക്കളെ നിങ്ങൾ നിരന്തരം ശ്രദ്ധിക്കണം. അവരുറങ്ങാതെ കിടക്കുന്നവരുണ്ടാകും, പലതും അവർ വീക്ഷിക്കുന്നുണ്ടാകും. നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളും നാം പറയുന്ന ഏത് വാക്കുകളും അതുപോലെ അനുകരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇത്തരം പ്രായത്തിലുള്ള കുട്ടികളെ നമ്മൾ അവനൊന്നും തിരിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവഗണിച്ചു പോകരുത്. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് വളരെ ഗൗരവത്തോടെയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത്
ശുദ്ധമായ മാനസികാവസ്ഥയിലാണ്. നന്നാവാൻ പറ്റിയ എല്ലാ പാകതയിലുമാണ് അള്ളാഹു അവനെ പടച്ചത്. എന്നാൽ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവൻ്റെ ഉമ്മയും വാപ്പയും ചേർന്നാണ് അവനെ വിവിധ ചിന്താഗതിക്കാരനാക്കുന്നത്, വിവിധ മതക്കാരനാക്കുന്നത്, ആശയക്കാരനാക്കുന്നത്. എന്നു പറഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് നല്ല മുസ്ലിമായി വളരാൻ പറ്റിയ ഒരു ഫിത്രത്തിലാണ് അള്ളാഹു അവനെ പടച്ചിട്ടുള്ളത്. അവൻ്റെ ജീവിത ചുറ്റുപാടിൽ നിന്ന് കണ്ടതാണ് പിന്നീട് അവൻ്റെ സ്വഭാവവും സംസ്കാരവുമായി മാറിയിട്ടുള്ളത്. അത് പ്രധാനമായും ഈ പ്രായത്തിലാണ്. അതുകൊണ്ട് നഴ്സറി ഘട്ടത്തിലുള്ള കുട്ടികൾക്ക് മുമ്പിൽ അനുകരണീയമായത് മാത്രം പ്രദർശിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ നേതാവായ സയ്യിദുനാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനായി വളർന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ എൻ്റെ ത്വരീഖത്ത് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് സത്യത്തിൻ്റെ മേലെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയാതിരിക്കാനുള്ള കാരണം ആ പാഠം എനിക്ക് പകർന്നു തന്നത് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയാണ്. ചെറിയ കുരുന്നായ സമയത്തതാ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലെ കാളയെയും അയച്ച് പശുവിനെയുമായി ഞാൻ തീറ്റാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ കാളയെന്നെ കൊള്ള തിരിഞ്ഞു നോക്കിയിട്ടൊരു ചോദ്യം, യാ അബ്ദുൽ ഖാദിർ അഖുലിഖത ലിഹാദാ, ഓ അബ്ദുൽ ഖാദിറെ, നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്നെപ്പോലുള്ള ഒരു കാളയുടെ ഒരു പശുവിൻ്റെ പിന്നാലെ നടക്കാനാണോ? കാളയുടെ ചോദ്യം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അതിനെയും വിട്ട് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഓടുകയാണ്. മനുഷ്യരുടെ ഭാഷയിൽ കാള സംസാരിക്കുക എന്നത് നമുക്കൊരത്ഭുതമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസമുള്ളവന് അതൊന്നും അത്ഭുതമല്ല. നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് അള്ള കഴിവ് തന്നിട്ടാണെങ്കിൽ പശുവിന് സംസാരിക്കാനും അള്ളാഹ്ക്ക് കഴിവ് കൊടുക്കാൻ അള്ളാഹു ശേഷിയുള്ളവനാണ്. ഇത് ഒരത്ഭുതമുള്ള വിഷയമോ ആശ്ചര്യകരമായ കാര്യമോ അല്ല. ഇമാം ബുഖാരി സ്വഹീഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ ഇതേ സമാനമായ സംഭവം നമുക്ക് കാണാം. എന്തിനേറെ വിശുദ്ധ ഖുർആനിൽ തന്നെ ഉറുമ്പ് സംസാരിച്ച കഥയില്ലേ, ജീവനില്ലാത്ത പശുവിൻ്റെ ഒരു ഭാഗം സംസാരിച്ച കഥയില്ലേ? ഇതൊന്നും അത്ഭുതമുള്ളതോ മുഹിയുദ്ദീൻ മാല ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നോ പറയേണ്ട കാര്യമില്ല. അതാണ് മഹാനവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അതാ ബൈനമാ റജുലുൻ യസൂഖു ബിബഖറ, പൂർവീക സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു കാളയെയും തെളിച്ചിങ്ങനെ പോകുകയാണ്. അദ്ദേഹം നടന്ന് ക്ഷീണിച്ചപ്പോൾ ഫറക്കിബഹ, അയാൾക്ക് തോന്നി ഞാൻ ഈ കാളൻ്റെ പുറത്ത് കയറിയിരുന്നാൽ കുറച്ച് സമാശ്വാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ കാളയുടെ പുറത്ത് കയറിയിരുന്നപ്പോൾ ആ കാള ഈ മനുഷ്യനോട് പറയുകയാണത്രേ, മാ ഖുലിഖ്നാ ലിഹാദാ, ഓ മനുഷ്യ, പുറത്ത് കയറി യാത്ര ചെയ്യാനല്ല ഞങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. ഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർള്, ഭൂമി ഉഴുതുമറിക്കാനാണ് ഞങ്ങളെ പടക്കപ്പെട്ടത്. ഞങ്ങളെ പെരടിയിൽ നിങ്ങൾക്ക് എത്രയും ഭാരം വെക്കാം, വണ്ടി വലിക്കാം, നുഖം വലിക്കാം, പക്ഷേ പുറത്ത് കയറിയിരിക്കാൻ പറ്റൂല. ഇന്നും കാള സമ്മതിക്കൂല. കാളന്റെ പുറത്ത് കയറിയാൽ അത് കുലുക്കി തള്ളിയിടും. കാള അന്നേ പറഞ്ഞതാ, ഇതിനല്ല ഞങ്ങളെ പടക്കപ്പെട്ടത്. ഇത്രയും പറഞ്ഞപ്പോഴേ കഥാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്തുള്ള സ്വഹാബത്ത് അത്ഭുതം പ്രകടിപ്പിച്ചു. വാ അജബാ ബഖറത്തുൻ തതകല്ലമു ബികലാമിന്നാസ്, ഇതെന്ത് അത്ഭുതമാണ് നബിയെ, മനുഷ്യരുടെ ഭാഷയിൽ ഒരു കാള സംസാരിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? അതെ, സംസാരിക്കുകയാണ്. അത് ആശ്ചര്യമല്ല. ഇന്നി ഊമിനു ബിഹി, കാള മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാത്രമല്ല, അബൂബക്കറിൻ വ ഉമറു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇത് വിശ്വസിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങളും വിശ്വസിക്കുന്നു. വമാഹുമാ സമ്മാ, ഈ സംഭവം നബി പറയുമ്പോൾ ഈ രണ്ട് സ്വഹാബികളും അവിടെ ഇല്ലാഞ്ഞിട്ടും അവരെ കാര്യം റസൂലുള്ള ഏറ്റെടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മനാഖിബ് പറയുന്ന അധ്യായത്തിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ ബഹുമാനം പറയുന്ന അധ്യായത്തിലും ഈ ഹദീസ് ആവർത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. പശുക്കൾ സംസാരിക്കും.
ഇങ്ങനെ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളോട് ചോദിച്ചു. മഹാനവരുകൾ വീട്ടിലെത്തി അത്ഭുതത്തോടെ നിൽക്കുന്നു. അങ്ങനെയാണ് ഉമ്മയോട് പറയുന്നത്, ഉമ്മ എനിക്കിനിയും കാളയെത്തിയിട്ട് നടന്നുകൂടാ, എനിക്ക് ആലിമീങ്ങളെ സമീപത്ത് എന്ന് ഇൽമു പഠിക്കണം, അറിവ് പഠിക്കാൻ പോകണം, അതിന് ഉമ്മ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബഗ്ദാദിലേക്ക് പണ്ഡിതന്മാരെ ദർസിൽ ചേർത്ത് ആ ഉമ്മ യാത്രയപ്പ് കൊടുക്കുകയാണ്. എല്ലാ ഉമ്മമാരും ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾ ദീന് പഠിക്കാൻ പോകുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ന് എന്താണ് ഒരു മദ്രസയിൽ നിന്നാൽ കിട്ടുക, പള്ളിയിൽ നിന്നപ്പോൾ ഇത്ര ശമ്പളം കിട്ടുക, എൻ്റെ കുട്ടിക്ക് കുടുംബം പോറ്റാൻ കഴിയോ? ഇങ്ങനെയാണിപ്പം ദുന്യാവ് മാത്രം മോഹിക്കുന്ന ഉമ്മമാർ ചിന്തിക്കുന്നത്. ഈ കാണുന്നവരൊക്കെ മുത്തഅല്ലിമീങ്ങളാണ്, ഇവരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അല്ലാഹു ഉഖ്റവിയായ ആലിമീങ്ങളിലും മുത്തഅല്ലിമീങ്ങളിലും അവരെയും നമ്മയും ഉൾപ്പെടുത്തി സ്വീകരിക്കുമാറാകട്ടെ. അവർക്കൊക്കെ ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട് പലർക്കും. ആ ഉമ്മയും വാപ്പയും ഒക്കെ അവരെ പറഞ്ഞു വിട്ടത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അല്ലാഹു ആ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മക്കൾ ദീന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് നമ്മളായി തടസ്സം നിന്നു പോകരുത്. നമ്മൾ അതിന് പ്രേരിപ്പിച്ചവരെ പറഞ്ഞേക്കുകയാണ് വേണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനിയെ തൻ്റെ ഉമ്മ യാത്രയപ്പ് നൽകി പറഞ്ഞയക്കുമ്പോഴതാ പ്രിയപ്പെട്ട പിതാവ് വിട്ടേച്ചുപോയ 80 സ്വർണ്ണ നാണയങ്ങളിൽ 40 അനുജന് വേണ്ടി മാറ്റിവെച്ച് 40 സ്വർണ്ണ നാണയം ശൈഖ് ജീലാനി എന്ന കുട്ടിയുടെ കുപ്പായത്തിന്റെ ഉൾവശത്തൊരു കള്ളപ്പോക്കറ്റ് ഉണ്ടാക്കി അതിൽ വെച്ച് തുന്നിപ്പിടിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മകനെ വിളിച്ചു പറയുന്നു, മോനെ നീ പോകുക, ഇനി ഒരു പക്ഷേ നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, നമുക്ക് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാം മകനെ എന്ന് പറഞ്ഞ്. അന്നത്തെ കാലമല്ലേ, വിദൂരമായ യാത്രയാണ്, യാത്രാ സൗകര്യങ്ങളില്ല, ഒരു സംഘത്തിൻ്റെ കൂടെ യാത്രയക്കുകയാണ്. അവസാനം ആ ഉമ്മ പറഞ്ഞു, പുന്നാര മോനെ, നിന്റെ വല്യുപ്പ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഉപദേശമുണ്ട്, ഖുലിൽ ഹഖ വലൗ കാന മുർറാ. ഏത് കൈപ്പേറിയ സാഹചര്യത്തിലും സത്യം മാത്രമേ എൻ്റെ മകൻ പറയാവൂ. ഉമ്മ കൊടുത്ത ഉപദേശം ഇതാണ്. ഈ ഉപദേശം ഏറ്റുവാങ്ങി ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. ആ യാത്രയിലാണ് വലിയൊരു കൊള്ള സംഘം വന്ന് മഹാനവറുകളെയും കൂടെയുള്ളവരെയും കൊള്ള ചെയ്തത്. എല്ലാം പിടിച്ചെടുത്ത് ഓഹരി ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ ശരീരവും അവരതാ മുഴുവനും പരിശോധിച്ചു, ഒന്നും കണ്ടില്ല, കുട്ടി ഒന്നും മിണ്ടിയതുമില്ല. എന്നാൽ അവസാനം കൊള്ളത്തലവൻ ചോദിച്ചു, മോനെ നിന്റെ കൈവശം എന്തുണ്ട്? ശൈഖ് ജീലാനി എന്ന ചെറിയ കുരുന്ന് അവിടെ വെച്ച് ആലോചിക്കുകയാണ്. ഇതുവരെ കൊള്ളക്കാർ എൻ്റെ ശരീരം പരതിയിട്ടേ ഉള്ളൂ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോഴിതാ ചോദിച്ചിരിക്കുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? എൻ്റെ ഉമ്മ എനിക്ക് നൽകിയ ഉപദേശം എന്താണ്? ഏത് വേദനിപ്പിക്കുന്ന സാഹചര്യത്തിലും സത്യം തുറന്നു പറയണമെന്നല്ലേ. അതുകൊണ്ട് രണ്ടാമതൊന്ന് ആലോചിക്കാതെ എൻ്റെ കയ്യിൽ ഇതാ 40 സ്വർണ്ണ നാണയങ്ങളുണ്ടെന്ന് പറഞ്ഞ് കുപ്പായത്തിൻ്റെ കള്ളപ്പോക്കറ്റിൽ നിന്ന് ആ നാണയങ്ങളെടുത്ത് കൊള്ളക്കാരൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഖാദി മുഹമ്മദ് റഹിമഹുല്ല പറഞ്ഞത്, കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളൻ്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. മഹാനവറുകളുടെ ഈ സ്വഭാവം കണ്ട് കൊള്ളക്കാരൻ ഞെട്ടിപ്പോകുകയാണ്. മോനെ, ഞങ്ങൾ മുതിർന്ന വലിയ വലിയ മനുഷ്യന്മാരാണ്, എത്രയോ ആളുകളെ നിഷ്കരുണം ഞങ്ങൾ കൊള്ള ചെയ്തിട്ടുണ്ട്, ഇതുവരെ നിന്റെ ശരീരം പരതിയിട്ട് നീ മിണ്ടിയിട്ടില്ല. പക്ഷേ കൈവശം എന്തുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്ക് നീ തുറന്നു പറയാനുള്ള ചേതോവികാരം എന്താണെന്ന് ചോദിച്ചപ്പം ഇത് എൻ്റെ ഉമ്മ പുന്നാര നബിതങ്ങൾ പഠിപ്പിച്ചതായ ഒരു ഉപദേശം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഉപദേശം സത്യം എവിടെയും തുറന്നു പറയണമെന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് കേട്ടതോടുകൂടി കൊള്ളക്കാരൻ്റെ മനം മാറുന്നു, തൗബ ചെയ്യുന്നു. ശൈഖ് ജീലാനി മുഖേന ആദ്യമായി സംസ്കരിക്കപ്പെടുന്നത് ഈ കൊള്ള സംഘമാണെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഇതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കൾക്ക് മാതൃകയായ നല്ല ഉപദേശങ്ങളായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഒരിക്കലും തെറ്റായ സന്ദേശങ്ങൾ അവർ നമുക്ക് കൊടുത്തു പോകരുത്, പ്രത്യേകിച്ച് കുരുന്നുകളാകുന്ന കാലഘട്ടത്തിൽ. കുട്ടികൾ മദ്രസയിൽ പോയിട്ട് 2 ദിവസമായി. എന്തേ കാരണം? ഒന്നുമില്ല, എമ്മക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ടൂറ് പോക്ക്, ഒന്നുകിൽ പുരയെ പോവും, അല്ലെങ്കിൽ മൂത്താപ്പൻ്റെ ആടെ, എളാപ്പൻ്റെ ആടെ, അങ്ങളാരാടെ
ഇതിനൊക്കെ ഇവനും കൂട്ടി പോകേണ്ട, വേഗം കൊണ്ടുപോകണമാതിരി ഓനും കൊണ്ടുപോകും കൂടെ. അപ്പം ഉസ്താദുമാർ ചോദിക്കും എവിടെ പോയടാ 2 ദിവസമായല്ലോ, അതിനെന്താ പറയാ? അപ്പൊ ഉമ്മ പറഞ്ഞിട്ട് കഴിഞ്ഞ് പനിയനിന്ന് പറഞ്ഞാളാ. എന്താ പായത്? ഉസ്താദിന്റെ 2 കൊട്ട് കിട്ടാതെ രക്ഷപ്പെടും. പക്ഷേ സത്യം എന്താണ്? പനി കുട്ടിക്കില്ല. ഇല്ലാത്തൊരു കള്ളം പറയാൻ നമ്മൾ കുട്ടിയെ പരിശീലിപ്പിക്കുകയല്ലേ? വീട്ടിലേക്കതാ വരുന്നു റിസീവർമാർ, CM സെന്ററിന്റെ റിസീവർ വരുന്നു. അല്ലാഹു ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊടുക്കുന്നു. കൂട്ടത്തിലതാ ഒരു മനുഷ്യൻ, അയാൾക്ക് വലിയ പിശുക്കത്തരമാണ്. അയാൾ എന്ത് ചെയ്തു? വേഗം ഒളിച്ചു. റിസീവറെ കണ്ടപാട് ഒളിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ ഉണ്ട് ഒരു 3-4 വയസ്സായ മകൻ. ആ മകനെ വിളിച്ചിട്ട് പറയാം, മോനെ നീ പറയാ വരുന്ന ആളോട് വാപ്പ ഇവിടെ അല്ല എന്ന് പറയാം. അപ്പൊ റിസീവർ വന്ന് കയറുമ്പം തന്നെ ചോദിക്കാതെ അഡ്വാൻസ് ആയിട്ട് കുട്ടി പറയാണ് വാപ്പ ഇവിടെ അല്ല എന്ന് പറയാൻ വാപ്പ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടികളെ നിങ്ങളെ വെളവും നടക്കൂല. റിസീവർക്ക് മനസ്സിലായി ഇതിപ്പോൾ ഇയാൾ നമ്മളെ പറ്റിച്ചതാണ്. പോട്ടെ, 10 റുപ്യല്ലേ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുന്ന 10 രൂപ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അകത്തു ഒളിച്ചിരുന്ന് ഞാനിവിടെ ഇല്ല മോനെ എന്ന് കള്ളം പറയാൻ മക്കളെ പരിശീലിപ്പിക്കുന്ന ഉപ്പമാരെ, നാളെ നിങ്ങൾ ഈ മക്കളാൽ കണ്ണീര് കുടിക്കേണ്ടി വരും. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തെറ്റായ പരിശീലനങ്ങൾ നമ്മളെ മക്കൾക്ക് കൊടുത്തു പോകരുത്. അവരുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത് മാനഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു പിതാവും മാതാവും തങ്ങളുടെ മക്കൾക്ക് മുന്തിയ മര്യാദയേക്കാൾ മെച്ചപ്പെട്ട ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന സമ്മാനം എന്തായിരിക്കണം? നല്ല മര്യാദകളും നല്ല സ്വഭാവങ്ങളുമായിരിക്കണം. ഇങ്ങനെ ആദ്യത്തെ 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് 6 മുതൽ 9 വരെ വയസ്സ് മധ്യബാല്യകാലമാണ്. ഈ കാലത്തിൽ കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാവാൻ പോകുന്നു. ഈ സമയത്തൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഏറ്റവും അധികം മനപ്പാടമാക്കാൻ ഒരു കുട്ടിക്ക് ശേഷിയുണ്ടാകുന്നത് 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് വരെയുള്ള സമയത്താണ്. അതുകൊണ്ട് തന്നെ മനപ്പാടമാക്കേണ്ട വിഷയങ്ങളൊക്കെ ഈ സമയത്ത് മനപ്പാടാക്കി എന്ന് ഉറപ്പുവരുത്തണം. നമ്മളെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസ സിലബസ് അനുസരിച്ച് കുട്ടികൾ അത്യാവശ്യം കാണാതെ പഠിച്ചിരിക്കേണ്ട അദ്കാറുകൾ, ഖുർആൻ ഹിഫ്ലാക്കിയിരിക്കേണ്ട ഭാഗങ്ങൾ, ഇതൊക്കെ ഈ പ്രായത്തിൻ്റെ അടുക്ക് 4-ാം ക്ലാസ്സിൻ്റെ അടുക്കട് വരും. എന്തിനാ അതൊന്നായിട്ട് കൊടുത്ത് നിങ്ങൾ ബേജാറാവണ്ട. ആ സമയത്ത് പഠിച്ചാൽ അത് കൽബിൽ അവിടെ ഉണ്ടാകും. ഈ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി യാസീൻ പഠിച്ചിട്ടുണ്ടോ? ഉമ്മമാരും ഉപ്പമാരും ഉറപ്പുവരുത്തിയിരിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി കുല്ലി ശൈഇൻ ഖൽബാ. ഏതൊരു വസ്തുവിനും ഒരു ഹൃദയമുണ്ട്, ഹാർട്ടുണ്ട്. വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം അത് യാസീൻ സൂറയാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം എൻ്റെ സമുദായത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും ഹൃദയത്തിലുണ്ടാകൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രായം മുതിർന്നവരായി പോയാൽ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മനപ്പാടമാക്കേണ്ട സമയത്ത് മനപ്പാടമാക്കി ഉറപ്പുവരുത്തണം. അത്തഹിയാത്ത് ഒഴിവുള്ള സമയത്തൊന്ന് വിളിച്ചു ചൊല്ലി നോക്കുക. കുനൂത്ത് ഒന്ന് ഓദിച്ചു നോക്കുക. നിസ്കാരത്തിലെ ദിക്റുകളെ ഒന്ന് നിങ്ങൾ പരിശോധിക്കുക. മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, അത് പരീക്ഷ എഴുതി ജയിച്ചിട്ടുമുണ്ട്. എന്നാൽ പിന്നീട് ജീവിതത്തിൽ അത് ആവർത്തിക്കപ്പെടുന്നില്ല. ഇത് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. ഇതിൻ്റെ പുറമെ ജീവിതത്തിൽ സ്വഭാവങ്ങൾ ശീലമായി മാറുന്ന പ്രത്യേക കാലം ഈ മധ്യബാല്യകാലമാണ്. ഇതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 വയസ്സിലേക്ക് നിങ്ങളെ കുട്ടികൾ കടന്നാൽ തന്നെ നിസ്കാരം കൊണ്ട് നിങ്ങൾ അവരോട് കൽപ്പിക്കണം. ഇപ്പോൾ ശീലമാക്കുന്നതായിരിക്കും പിന്നീട് നിലനിർത്താൻ കഴിയുക. അതുകൊണ്ട് 7 വയസ്സായ കുട്ടികൾക്ക് നിസ്കാരത്തിൻ്റെ പരിശീലനം കൊടുക്കണം. ഒരിക്കലും ഉമ്മമാർ നിസ്കാരക്കുപ്പായം ധരിപ്പിക്കാതെ പെൺകുട്ടികളെ നിസ്കരിപ്പിക്കരുത്. നിസ്കാരം പഠിക്കാനാണെന്ന് പറഞ്ഞ് വൊളു ഇല്ലാതെ നിസ്കരിപ്പിക്കരുത്. നമുക്ക് കുറ്റമാണ്. അവർക്ക് നമ്മൾ ഒളു ഉണ്ടാക്കി കൊടുത്തത് പഠിപ്പിച്ച് ശരീരം മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറപ്പിച്ച്
അവരെ നമ്മൾ നിസ്കാരം പരിശീലിപ്പിക്കണം 7 വയസ്സ് മുതൽക്ക് തന്നെ. ഇനി അതാ 9 വയസ്സ് കഴിഞ്ഞ് 10ലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമ്മൾ ആ പരിശീലിപ്പിച്ച വിഷയങ്ങൾ അവരെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നുറപ്പ് വരുത്തണം. ഇതുകൊണ്ടാണ് തിരുനബി പറഞ്ഞത് 10 വയസ്സായിട്ടും നിസ്കാരം ശീലമാക്കാത്ത മക്കളുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ അതിന് നിർബന്ധിപ്പിക്കണം. വേണ്ടി വന്നാൽ അവരെ വേദനിപ്പിക്കണം. അങ്ങനെ അവർക്കത് നിർബന്ധമായി നമ്മൾ പരിശീലിപ്പിക്കണം. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ഒരു ശ്രദ്ധേയമായ വിഷയം കൂടെ ഉണ്ട്. അതെന്താണ്? വഫരിഖൂഹും ഫിൽ മലാജിഇ. 10 വയസ്സിലേക്കൊരു കുട്ടി കടന്നാൽ പിന്നെ ഉറക്കറയിൽ നിങ്ങളവനെ മാറ്റിക്കിടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് കൊടുക്കേണ്ട പരിശീലനങ്ങളുടെ കൂട്ടത്തിൽ പ്രത്യേകം പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ അത് 10 വയസ്സാകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പം ഇന്നലത്തെ മലയാള മനോരമയിൽ നിങ്ങളൊക്കെ വായിച്ചോ അറിയില്ല. 10ാം ക്ലാസ്സുകാരി, അവൾക്ക് വയറ്റിലെന്തോ ഒരു അസുഖം, പരിശോധിച്ച് നോക്കും ഗർഭിണി. പ്രതി ആരാ? അതേ സ്കൂളിലെ 9ാം ക്ലാസ്സുകാരൻ. അല്ലാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ലാത്തൊരു യുഗത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. പഴയ തലമുറയെ പോലെയല്ല. സാങ്കേതിക വിദ്യയുടെ വാണം വിട്ട പുരോഗതി എല്ലാ തിന്മകളും നമ്മളെ കുട്ടികൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. പക്വത എത്തുന്നതിന് മുമ്പ് പഠിക്കൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ 10 വയസ്സ് എന്ന പ്രായം മാത്രം നമ്മൾ പരിഹരിച്ചാൽ പോരാ. നമ്മളെ കുട്ടിയെ നിരീക്ഷിക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മകൻ ശ്രദ്ധിക്കുന്നുണ്ടോ, മകള് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നിയാൽ തന്നെ ആ നിലക്ക് ചിന്തിക്കുന്ന മകളുടെ കൂടെ വാപ്പ കടന്നുറങ്ങാൻ പാടില്ല. അത്തരം പ്രായമെത്തിയ മകന്റെ കൂടെ ഉമ്മ കടന്നുറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകന്റെ കൂടെ ഉമ്മമാരെ നിങ്ങൾ ഉറങ്ങരുത്. നിങ്ങളവനെ മാറ്റിക്കടത്തണം. 10 വയസ്സായ മകള് കൂടെ ഒരു പിതാവ് കടന്നുറങ്ങാൻ പാടില്ല. മതത്തിന്റെ നിയമമാണ്. 10 വയസ്സായ ആങ്ങളെയും പെങ്ങളെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾക്കറിയോ കേരളത്തിൽ എത്ര കോടതികളിലാണ് സ്വന്തം പിതാവിനാൽ അകാലങ്ങളിൽ ഗർഭവും പേറി ബാപ്പക്കെതിരെ കേസ് കൊടുത്ത് കേസ് നടത്തുന്ന തരുണികളുണ്ട്. ഈ ദയനീയമായ കഥകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ അള്ളാന്റെ നിയമത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നമ്മൾ പാലിക്കുക. വാപ്പയല്ലേ ഉമ്മയല്ലേ, നിമിഷങ്ങളുടെ ദൗർബല്യം പലപ്പോഴും തിന്മകൾക്ക് തുടക്കം കുറിച്ചേക്കാം. ഒരു തിന്മ ഒരിക്കൽ സംഭവിക്കുന്നതോടെ ഏറ്റവും വലിയ ഭിത്തിയാകുന്ന മറ പൊളിഞ്ഞുപോയി. പിന്നെ അനുകൂല സാഹചര്യങ്ങളൊക്കെയും അത് ആവർത്തിക്കാൻ അവസരം സൃഷ്ടിക്കും. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളെ കർശനമായി നമ്മൾ കുടുംബത്തിൽ പാലിക്കുക. ഇങ്ങനെ കുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് അവരെ ശ്രദ്ധിച്ച് ആവശ്യമായ പരിശീലനങ്ങളൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കൗമാരത്തിലേക്ക് അല്ലെങ്കിൽ ബാല്യകാലത്തിന്റെ അന്ത്യത്തോടെ തന്നെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ വളർച്ച വർദ്ധിക്കുന്ന ഒരു ഘട്ടമുണ്ടിവിടെ. അതിനാൽ 9 വയസ്സ് മുതൽക്കു തന്നെ ചില പെൺകുട്ടികൾ പ്രായപൂർത്തി എത്തിയേക്കാം. അവരുടെ ശാരീരികമായ വളർച്ച പൊടുന്നനെ ഒരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസികമായ ഒരവസ്ഥയുണ്ട്. അതെന്താണ്? ഇപ്പോൾ വളർന്ന് വികസിച്ച എൻ്റെ ശരീരാവയവങ്ങൾ അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു, ആ അത്ഭുതം മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്വാഭാവികമായും പെൺകുട്ടി ചിന്തിക്കുന്നു. ആ ചിന്തയുടെ ഭാഗമായി ഈ ശരീരാവയവങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ആവേശം അവൾ പ്രകടിപ്പിക്കുന്നു. ആധുനിക മനഃശാസ്ത്രജ്ഞർ ഈ ചിന്തയെ പരിചയപ്പെടുത്തുന്നത് പ്രദർശന ത്വര എന്ന പേരിലാണ്, എക്സിബിഷനലിസം എന്ന പേരിലാണ്. ഇങ്ങനെയുള്ള ചിന്ത മുതിർന്നു കഴിഞ്ഞാലും പലരിലും നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന ചിന്തയുടെ ഭാഗമാണ് ഇറുകിയ ഉടയാടകൾ ധരിക്കുന്നത്. ബോഡി ഫിറ്റ് പർദ ഒരു തരം മാനസിക വൈകല്യത്തിന്റെ ഉൽപ്പന്നമാണ്. തൻ്റെ ശരീരത്തിന്റെ വടിവും അതിൻ്റെ ആകാരവും മറ്റുള്ളവർ കാണട്ടെ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളാണ് പർദ ശരീരത്തിനനുസരിച്ച് പാകപ്പെടുത്തുന്നത്. ഇത് മനഃശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ മാനസിക രോഗമാണ്. ചെറിയ കുട്ടികളിലും ഇതുണ്ടാകുന്നു. കൗമാരത്തിലേക്ക് കടക്കുന്നതോടെ അതിൻ്റെ ഭാഗമായി അവരതാ ഇറക്കം കുറഞ്ഞ കഴുത്തുള്ള കുപ്പായം ധരിക്കുന്നു. തലയിൽ നിന്ന് തട്ടം ഇടക്കിടക്ക് താഴേക്ക് തള്ളിവിടുന്നു.
അറിഞ്ഞാത്ത ഭാവേന അവരതാ ഉടയാടുകൾ പൊക്കിപ്പിടിക്കുന്നു. ഇങ്ങനെയുള്ള മനോവൈകല്യം പ്രകടിപ്പിക്കുന്ന കുട്ടി, ആ കുട്ടിയാണ് നമ്മുടെ മകളെന്ന് നിരീക്ഷണത്തിൽ ബോധ്യപ്പെട്ടാൽ മനഃശാസ്ത്രജ്ഞർ പോലും പറയുന്നു അത്തരം കുട്ടികളെ ഒറ്റക്ക് ഒരു വഴിക്ക് വിടാൻ പാടില്ല. ഏതൊരു കാമുകനും ഏതൊരു പൂവാലനും നിമിഷ നേരം കൊണ്ട് ഈ പെൺകുട്ടിയെ വളച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ കുറിച്ച് നിരന്തരം ജാഗ്രത പുലർത്തുക. അവരുടെ പെരുമാറ്റം നമ്മൾ നിരീക്ഷിക്കുക. ഇങ്ങനെയുള്ള പ്രദർശന ത്വരയുള്ള സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന ഭാവങ്ങൾ നിങ്ങളെ കുട്ടികളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല ഉപദേശവും നിർദ്ദേശവും കൊടുക്കുക. പക്വതയില്ലാത്ത പ്രായത്തിൽ എടുത്തു ചാടിപ്പോകുന്നത് സൂക്ഷിക്കുക. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ കുട്ടികളുടെ വളർച്ചയിൽ ഓരോ ഘട്ടവും നമ്മൾ ആവശ്യമാകുന്ന നിരീക്ഷണം നടത്തണം. ഈ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് നല്ല പരിചരണവും അതോടൊപ്പം നല്ല മര്യാദയുമാണെങ്കിൽ മൂന്നാമതായി ഇതൊക്കെ നൽകേണ്ടത് സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ആനയെ പന്തിയിലിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്ന മാതിരി മക്കളെ പരിശീലിപ്പിച്ചാൽ ആ പരിശീലനം നിങ്ങളെ മുമ്പിൽ മാത്രമേ നടക്കൂ. ഇത് ബുദ്ധിയുള്ള ആളാണ്, ആനന്റെ മാതിരിയല്ല. അതുകൊണ്ട് എന്ത് വേണം? കുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുത്ത് അതിൻ്റെ കൂടെ ആയിരിക്കണം ഈ പരിചരണങ്ങളും മര്യാദകളും ഒക്കെ നമ്മൾ നൽകേണ്ടത്. ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് മക്കളിൽ ഒരാളായാണ് പ്രവർത്തിച്ചത്. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഞാനൊരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണ് അവിടെ പണി? തൻ്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ കൂടെ ഇരുന്നതാ മുട്ടുകുത്തി നിലത്തിങ്ങനെ നിന്നുകൊടുക്കുകയാണ്. ഈ രണ്ട് മക്കളും പുന്നാര നബിയുടെ പുറത്ത് കയറിയിരിക്കുന്നു. നബി ഒരൊട്ടകം, കുട്ടികൾ സവാരിക്കാർ. ഇത് ദൂരെ നിന്ന് നോക്കിക്കണ്ട ജാബിർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, മക്കളെ, ഈ ഭൂമിയിലെ ഏറ്റവും മുന്തിയ വാഹനപ്പുറത്താണല്ലോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിറേ, ഏറ്റവും മുന്തിയ ആളുകളാണ് ഈ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുന്നവരും. വാഹനവും മുന്തിയതാണ്, യാത്രക്കാരും മുന്തിയവർ തന്നെ. ഇങ്ങനെ എത്ര തിരക്ക് പിടിച്ച നേതൃത്വമാണ് അവിടുന്ന്. അല്ലേ, ഒരു രാജ്യത്തിൻ്റെ സർവാധിപതിയാണ്, സൈനിക കമാൻഡറാണ്, ചീഫ് ജഡ്ജിയാണ്, പള്ളിയിലെ ഇമാമാണ്, ഖാദിയാണ്. അതേ സമയത്തു തന്നെ 9 ഭാര്യമാരുടെ ഭർത്താവാണ്. ഇതിൻ്റെ പുറമെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹെഡ് അവിടുന്നാണ്. ഈ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ വളരെ വലിയ ജോലി തിരക്കുകളുള്ള നേതാവ് കുട്ടികളോട് ഇങ്ങനെ സ്നേഹപൂർവം പെരുമാറാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരെ മാത്രം ഏൽപ്പിച്ച് നമ്മൾ മാറി നിന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കിട്ടുകയില്ല. കുട്ടി നമ്മെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കണം. അതിന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ല, അതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. അതൊരു നിർബന്ധ ബാധ്യതയായി നമ്മൾ ഏറ്റെടുക്കണം. അല്ലാതെ ഗൾഫിൽ നമ്മൾ എത്ര കാലം അധ്വാനിച്ചാലും ചോര നീരാക്കി ജോലി ചെയ്താലും അവസാനം ചോരയും നീരും പറ്റി നാട്ടിലെത്തിയാൽ നമ്മെ സ്നേഹിക്കുന്ന മക്കളെ നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് വിദേശത്ത് താമസിക്കുന്നവർ പോലും നിരന്തരം കുട്ടികളുമായി സമ്പർക്കം പുലർത്തുക. ഫോൺ കോളുകളെക്കാൾ കത്തെഴുത്ത് തിരിച്ചു പിടിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സൽസ്വഭാവമായിരുന്നു അത്. ഒരു കുരുന്നിന് സ്വന്തം പിതാവ് ഉപദേശങ്ങളിൽ ചാലിച്ച് സ്നേഹത്തോടുകൂടി ഒരു കത്ത് കൊടുത്തയച്ചാൽ ആ കുട്ടിക്കത് വലിയ സ്നേഹമാണ്. അടുത്ത് വിളിച്ച് 100 ഉപദേശം കൊടുക്കുന്നതിനേക്കാൾ വാപ്പയുടെ എഴുത്ത് 100 തവണ വായിച്ചാൽ ആ കുട്ടിക്കത് വമ്പിച്ച മാറ്റമുണ്ടാക്കും. നിസ്കാരത്തിൻ്റെ വിഷയം അതിൽ വാപ്പ കുറിച്ചിടണം, ഉമ്മയെ അനുസരിക്കുന്ന കാര്യം പറയണം, കൂട്ടുകെട്ടിൻ്റെ വിഷയം ഓർമ്മപ്പെടുത്തണം, പരീക്ഷയുടെ മാർക്കിൻ്റെ വിഷയത്തെക്കുറിച്ച് പരാമർശമുണ്ടാകണം. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരന്തരം കത്തെഴുത്തിലൂടെ അത്ഭുതകരമായ സ്നേഹം കുട്ടികൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയും. ഈ രീതിയിൽ നമ്മൾ അവരോട് നേരിട്ടും സമ്പർക്കം പുലർത്തുക. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിലേക്ക് മകൾ വിരുന്നിന് വന്നാൽ അവരുടെ മക്കൾക്ക് ആദ്യം കാണേണ്ടത് വല്യുപ്പയെയാണ്.
നമ്മളെയൊന്നും മാതിരിയല്ല. നമ്മളൊക്കെ വല്യപ്പമാരെ കുട്ടികൾക്ക് പേടിയാണ്. വീട്ടിൽ നിന്ന് ഈ മക്കൾ കരഞ്ഞാൽ ഉമ്മ തന്നെ എന്താ പറയുക, ഞാൻ എപ്പം പിടിച്ച് എന്നെ വല്യപ്പാൻ്റെ അടുത്ത് കൊടുക്കുന്ന. കാരണം വല്യപ്പ ഒരു പുലിക്കോടനാണ്. ആ കുട്ടി അപ്പം നിൽക്കും, പോത്തായി വരുന്നു പറഞ്ഞ മാതിരി വല്യപ്പ വരുന്നു പറഞ്ഞാൽ സ്റ്റക്കായി. നബിസുല്ലാസങ്ങളെ മക്കൾ അങ്ങനെയല്ല. വല്യപ്പാനെ കിട്ടിയാലേ അവർക്ക് അടക്കാവും. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നബി തങ്ങളവിടെ കാണുന്നില്ല. അവരതാ പള്ളിയിലേക്ക് ഓടുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണത്തിലാണ്. അതിൻ്റെ ഇടയിലെ വിടവിലൂടെ 2 മക്കളും അതാ പുന്നാര നബിയുടെ ചാരത്തേക്ക് ഓടി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗം നിർത്തി ഇറങ്ങി ഓടി വന്നിട്ട് മക്കളെ അതാ എടുക്കുന്നു. നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ സ്നേഹം. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിർത്തിയിട്ടാണ് ഇറങ്ങി ഓടുന്നു. കുട്ടികളെ കണ്ടപ്പോഴേക്ക് അവരെ എടുത്ത് മിമ്പറിൽ വന്നിരുന്നു കൊണ്ടതാ മടിയിൽ വെച്ച് മാറി മാറി ഉമ്മ വെക്കുകയാണ്. ആ സദസ്സിന് വലിയൊരു അത്ഭുതമായി തോന്നി. കാരണം സ്വന്തം ബീജത്തിൽ നിന്ന് പിറന്ന കുട്ടികളെ നിഷ്കരുണം മണൽ പരപ്പിൽ കുഴി തോണ്ടി കുഴിച്ചു മൂടാൻ അവരെ മനസ്സ് അവരെ പ്രേരിപ്പിച്ച കാലഘട്ടമാണത്. അവിടെയാണ് ഈ കുരുന്നുകളെ വാരിയെടുത്ത് ഉമ്മ വെക്കുന്നത് കാണുന്നു. കൂട്ടത്തിൽ മഹാനായ സയ്യിദുനാ അഖ്റ ഇബ്നു ഹബീസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി എഴുന്നേറ്റ് നിന്ന് സംശയം പറയുന്നു, നബിയേ, ഞാൻ 10 മക്കളുടെ പിതാവാണ്. എന്നാൽ ഇന്നുവരെ ഒരു കുഞ്ഞിനെയും ഞാൻ ഇതുപോലെ മുത്തം വച്ചിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു. ഇത് കേൾക്കേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ നിറമങ്ങു മാറിപ്പോയി. അവിടുന്ന് പറയുന്നു, ലാ യുർഹം മല്ലാ യർഹം. അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവന് ഇങ്ങോട്ട് സ്നേഹം തിരിച്ചു കിട്ടുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കൾ മുതിർന്നവരായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹിക്കണമെങ്കിൽ സ്നേഹം കൊടുത്തുകൊണ്ട് നമ്മളവരെ പോറ്റി വളർത്തണം. പക്ഷേ സ്നേഹം കൊടുത്തു കൊല്ലരുത്. സ്നേഹം കൊടുത്തവർക്ക് മര്യാദ അത് നൽകിയിട്ട് അവരെ പരിപാലിച്ച് അദബ് നൽകിയിട്ട് നമ്മൾ അവരെ വളർത്തിയെടുത്താൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കും വിധത്തിലുള്ള നല്ല മക്കളായി നമ്മളുടെ മക്കൾ മാറും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നല്ല മക്കളെ നൽകാൻ തുടക്കം മുതൽക്ക് തന്നെ നാം ശ്രദ്ധിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു വാക്ക് മാത്രം പറയട്ടെ, നമ്മുടെ വിദ്യാർത്ഥികളെ, കുട്ടികളെ, നമ്മളൊക്കെയും മാതാപിതാക്കളുടെ മക്കളാണ്. എല്ലാവർക്കും ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. നമ്മളോട് അള്ളാഹു ചെയ്തൊരു വസിയത്തുണ്ട്, അനിഷ്കുർലീ വലിവാലിദൈക്. നീ എന്നോട് നന്ദി കാണിക്കണം. കാരണം നിന്റെ സ്രഷ്ടാവ് ഞാനാണ്. നിന്നെ സൃഷ്ടിക്കാനുള്ള കാരണക്കാരും ഉമ്മയും ബാപ്പയുമായതുകൊണ്ട് അവരോടും നീ നന്ദി കാണിക്കണം. അള്ളാഹു നമുക്ക് തരുന്ന ഉപദേശമാണ് ഇലയ്യൽ മസീർ. ഇത് പറഞ്ഞ ഉടനെ അള്ള പറഞ്ഞ വാക്ക് ഒരു താക്കീതാണ്. എന്നിലേക്കാണ് നിന്റെ മടക്കമെന്ന് നീ മറക്കരുത്. നീ വാപ്പയോട് നന്ദി കാണിച്ചിട്ടുണ്ടോ, ഉമ്മയോട് നന്ദി കാണിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്ന ഭീഷണിയും താക്കീതും അള്ളാഹു പിന്നെ നൽകുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ വാപ്പയെയും ഉമ്മയെയും നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് അതാ ഒരു സ്വഹാബി വരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രായം ചെന്നൊരാളെ കാണുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിക്ക് മനസ്സിലായി മുന്നിൽ നടക്കുന്നത് മകനാണ്, പിന്നിൽ വരുന്ന പ്രായമുള്ളയാൾ വാപ്പയാണ്. അവിടുന്ന് ചോദിച്ചു, നിന്റെ പിന്നിൽ ആരാണ് വരുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ വാപ്പയാണ് നബിയേ. റസൂലുള്ളാഹി തങ്ങൾ താക്കീത് കൊടുത്തു, മേലിൽ പിതാവിനെ പിന്നിൽ നടത്തി നീ മുന്നിൽ നടന്നു പോകരുത് കേട്ടോ. പ്രായം കൂടുന്ന വാപ്പമാർക്കും ഉമ്മമാർക്കും ഒരു പക്ഷേ നമ്മളെ കൂടെ നടന്നെത്താൻ കഴിയില്ല. ശരിയായിരിക്കാമെങ്കിലും നമ്മളെ നടത്തമൊന്ന് നിയന്ത്രിച്ച് പിതാവിനെ നമ്മൾ ആദരിച്ചിരിക്കണം, മാതാവിനെ ബഹുമാനിക്കണം. ഉമ്മയും വാപ്പയും കയറി വരുമ്പോൾ അവിടെ എഴുന്നേൽക്കാതെ ഇരിക്കുന്ന ശീലമുണ്ടാവരുത്. പരിചയം കൂടിപ്പോയതിൻ്റെ പേരിൽ നമ്മൾ അവിടെ തന്നെ ഇരുന്നുകൂടാ. വാപ്പ കയറി വരുമ്പം ഉമ്മ കടന്നു വരുമ്പം നമ്മളവരെ ആദരിക്കണം, ബഹുമാനിക്കണം. വാപ്പമാർ നമുക്ക് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ വർഷങ്ങളോളം വിദേശത്ത് കഴിയുന്നത്
പൂതിയുണ്ടായിട്ടുള്ള മക്കളെ, നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ, നമുക്കൊരത്താണി ഉണ്ടാക്കി തരാൻ, നമ്മുടെ പഠനം പൂർത്തിയാക്കാൻ നാട്ടിൽ നിന്നാൽ നിവൃത്തി വരാത്തതുകൊണ്ടാണ് വളരെ സങ്കടങ്ങളും ദുഃഖങ്ങളും സഹിച്ച് പ്രതികൂല സാഹചര്യത്തിൽ വരെ അവർ ജോലിക്ക് പോകുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന വാപ്പയെ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുകയും പരിഗണിക്കുകയും അവരെ പരമാവധി സന്തോഷിപ്പിക്കുകയും വേണം. അവർ പറയുന്നത് അനുസരിക്കുകയും അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവർ സഹിച്ച ത്യാഗത്തിൻ്റെ കഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇത്രമേൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ ഉമ്മയും ബാപ്പയും, അവരാണ് നമ്മെ നാമാക്കി വളർത്തിയെടുത്തിട്ടുള്ളത്. അവരോടുള്ള കടപ്പാട് എന്ത് സേവനം ചെയ്താലും മതിയാവാത്തത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു. ഒരു ഉദാഹരണത്തിന്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽ ഇരുപേരും അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യ സഹജമായ രോഗത്തോടെ നിന്റെ സമീപത്ത് എത്തിപ്പെട്ടാൽ അവരെ നീ നന്നായി പരിഗണിക്കണം. കാരണം നീ കുരുന്നായ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലാണ് ഇന്ന് നിന്റെ വാപ്പയും ഉമ്മയും ഉള്ളത്. നമ്മൾ ചെറിയ കുട്ടിയായപ്പോൾ ഉമ്മ കുളിച്ച് വൃത്തിയായി പുതിയ ഉടയാടകൾ ധരിച്ച് അമ്മിഞ്ഞ തരാൻ നമ്മെ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ നിഷ്കരുണം ആ കൈകളിലേക്ക് നാം കാഷ്ടിച്ചു കൊടുത്തു, ആ വസ്ത്രത്തിലേക്ക് മൂത്രമൊഴിച്ചു വിട്ടു. എന്നാൽ ഉമ്മ നമ്മളെ പഴിച്ചില്ല, ചീത്ത വിളിച്ചില്ല. ഒരു ഉമ്മ തന്നുകൊണ്ടാണ് ആ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കിയത്. രാത്രിയിലുടനീളം നമ്മൾ നിലവിളിച്ച് കരഞ്ഞു, ഉമ്മാനെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അന്ന് ഉമ്മ നമ്മളെ തല്ലിയില്ല, വേദനിപ്പിച്ചില്ല. നമ്മെ ഉറക്കാൻ വേണ്ടി അവിടുന്ന് ഉറക്കമൊഴിച്ച് താരാട്ടുപാടുകയാണ്. ആ ഉമ്മയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഉറക്കം കിട്ടാതെ വേദനിച്ച് നിലവിളിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കൽബിൽ വെറുപ്പ് തോന്നരുത്. അന്ന് നമ്മളെ ഉമ്മ പരിചരിച്ചതുപോലെ നാം ഉമ്മയെ പരിചരിക്കണം, ഉപ്പയെ പരിചരിക്കണം. ഒരു വാക്ക് പോലും അവർക്ക് വിഷമമുണ്ടാക്കുന്നത് പറയരുത്. അതിനാണ് അല്ലാഹു ഒരു ഉദാഹരണം പറഞ്ഞത്, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, എന്തിനത് ചെയ്തു? അങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിച്ചു പോകരുത്. പ്രായം കൂടിയ ഉമ്മാക്ക് ഇപ്പോൾ പണ്ടത്തെ പേശീബലമില്ല. ഉമ്മ വയായിൽ വറ്റിലയിട്ടുകൊണ്ട് ചവക്കുന്നുണ്ട്. അത് മുറ്റത്തേക്ക് തുപ്പാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ പണ്ടത്തെ ശക്തിയില്ലാത്തത് കൊണ്ട് ആ വെറ്റില ചുവപ്പ് കലർന്ന ഉമിനീര് ഉമ്മയുടെ ഡ്രസ്സിലേക്കും നിങ്ങളെ തിളക്കമുള്ള കോലായി തറയിലേക്കും ചിതറി വീഴുന്നുണ്ട്. ഇത് കാണുമ്പോൾ പറഞ്ഞു പോകരുത്, ഉമ്മ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? തുപ്പാനുണ്ടെങ്കിൽ കോളാമ്പിയിൽ തുപ്പിക്കൂടെ? ഇങ്ങനെ ഒരു ചോദ്യം ഉമ്മയോട് ചോദിക്കരുത്. പ്രായമായി കിടക്കുന്ന പിതാവ് കിടക്കപ്പായിൽ തന്നെ മൂത്രമൊഴിച്ചു പോയാൽ നമ്മളത് വൃത്തിയാക്കി മറ്റൊന്ന് വിരിച്ച് തിരിഞ്ഞിട്ടേ ഉള്ളൂ. രണ്ടാമത് പിന്നെയും വാപ്പ അതിൽ തന്നെ മൂത്രമൊഴിക്കുകയാണ്. ഇത് കണ്ട് മകൻ പൊട്ടിത്തെറിക്കുന്നു, അല്ല വാപ്പ മൂത്രമൊഴിക്കാനുണ്ടെങ്കിൽ പറഞ്ഞൂടെ? ഇങ്ങനെ ഒരു ചോദ്യം അവരോട് ചോദിക്കരുത്. മറിച്ച് വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാനമായ വർത്തമാനം മാത്രം പറയുക. സാരല്ല വാപ്പ, നിങ്ങളൊന്ന് നീങ്ങിക്കിടക്കി, ഞാൻ ഈ വിരിപ്പ് മാറ്റിത്തരാം. പ്രശ്നമല്ല ഉമ്മ, ഞാൻ തുടക്കാം, ഞാൻ കോളാമ്പി കൊണ്ടുതരാം. ഇങ്ങനെ സ്നേഹം പുരിക്കുന്ന വർത്തമാനങ്ങളല്ലാതെ ഉമ്മയോടും വാപ്പയോടും ഒരു ഘട്ടത്തിലും പറഞ്ഞു പോകരുത്. മാത്രമല്ല ഇങ്ങനെ എത്ര നിങ്ങൾ അവരോട് വിനയം കാണിച്ചാലും മതിയാകുകയില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, വിനയത്തിന്റെ ചിറക് അവരെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തി കൊടുക്കുക. മനുഷ്യന് ചിറകില്ല, അത് പക്ഷികൾക്കാണ്. പിന്നെ എന്തിനാ നമ്മളോട് ചിറകു താഴ്ത്താനല്ല പറഞ്ഞത്? അതൊരു പ്രയോഗമാണ്. സാധാരണ കോഴിയമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി ചിറക് വിരിച്ചു കൊടുക്കാറുണ്ട്. ഒന്ന് എന്തിനാണ്? ഇവർക്ക് സംരക്ഷണമാണ്. ചിറക് വിരിച്ച് സംരക്ഷണം കൊടുക്കുന്നു. കാക്കയോ പരുന്തോ പറക്കുന്നത് കണ്ടാൽ ചിറക് പൊക്കിയിട്ട് മക്കൾക്ക് അഭയം നൽകുകയാണ്. ഇതുപോലെ ഉമ്മമാർക്ക് സുഖമില്ലാതെയായാൽ, വാപ്പമാർക്ക് അസുഖം വന്നാൽ വൃതസദനത്തിൽ കൊണ്ടിടുകയല്ല, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുകയല്ല, അല്ലെങ്കിൽ വാപ്പാക്ക് സ്വത്തില്ല, ഉമ്മക്ക് പറമ്പില്ല, ഉള്ളത് ചില ആളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മാനെ വഴിയാധാരമാക്കുകയല്ല. ആ ഉമ്മാക്ക് ഒരു കോഴിയമ്മ അതിൻ്റെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് പോലെ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി, ചിറക് വിരിച്ച് സുരക്ഷാ കവചം നിർമ്മിക്കണം. ഇതിനു പുറമെ കോഴികൾ ചിറക് വിരിച്ചു കൊടുക്കൽ എന്തിനാണ്? മക്കൾക്ക് പുറത്തു കയറി നിൽക്കാനാണ്.
യഥേഷ്ടം തൻ്റെ പുറത്ത് കയറിയിട്ട് തുള്ളിക്കളിക്കാൻ കോഴിയമ്മ അവസരം കൊടുക്കാറുള്ളത് പോലെ വാപ്പക്ക് എന്തും പറയാം, ഉമ്മാക്ക് എന്തും പറയാം. എന്തു പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ സമ്പത്തെടുത്ത് വാപ്പക്ക് ഉപയോഗിക്കാം, ഉമ്മക്ക് ഉപയോഗിക്കാം. കാരണം ഉമ്മയുടെയും വാപ്പയുടെയും അവകാശമാണത്. നാമും നമ്മുടെ സമ്പത്തും അവർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വാപ്പയെ നോക്കിയതിന് കണക്ക് പറയണ്ട, ഉമ്മക്ക് മരുന്ന് വാങ്ങിയത് ഞാനാണെന്ന് പറഞ്ഞ് കണക്ക് പറയണ്ട. അതൊക്കെ അവരുടെ അവകാശമാണ്. ഈ രീതിയിൽ അവർക്ക് എന്തും പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടതാ അവരെ മുമ്പിൽ ചിറകൊടിഞ്ഞു നിൽക്കാനാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്. എന്നാലും അവർ സഹിച്ച ത്യാഗത്തിനും സേവനത്തിനും പകരമാകാത്തത് കൊണ്ട് അവസാനം അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തി, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. പടച്ചവനെ, എനിക്കൊരിക്കലും ഇവർക്ക് ആവശ്യമായ സേവനം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്താനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. റബ്ബിർഹംഹുമാ, എൻ്റെ ഉമ്മക്കും വാപ്പക്കും നീ കരുണ ചൊരിയണം. കമാ റബ്ബയാനി സ്വഗീറാ, ഞാൻ ചെറിയ കുരുന്നായ കാലത്ത് അവരെനിക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പകരം നീയാണ് അവർക്ക് റഹ്മത്ത് ചൊരിയേണ്ടതെന്ന് പറഞ്ഞ് അള്ളാഹുവോട് ദുആ ചെയ്യുന്ന നല്ല മക്കളായി നമ്മൾ മാറണം. മാതാപിതാക്കളെ പൊരുത്തമില്ലെങ്കിൽ നമുക്ക് റസൂലിൻ്റെ പൊരുത്തമില്ല, അള്ളാഹിൻ്റെ പൊരുത്തമില്ല. അവിടുന്ന് പറഞ്ഞത് ഉമ്മയുടെ പൊരുത്തത്തിലാണ്, വാപ്പയുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളത്. അവരെ പൊരുത്തം വാങ്ങുന്ന മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരു ഉമ്മയെയും വാപ്പയെയും ഇനിമേലിൽ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയില്ലെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക. വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് അവരെ സമ്മതവും പൊരുത്തവും വാങ്ങുക. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരെ പൊരുത്തപ്പെടിക്കാൻ കഴിയാതെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞത്, അവർക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം ദുആ ചെയ്ത് സ്വതക്ക ചെയ്ത് ഹദിയ ചെയ്ത് അവർക്ക് ബിർറ് ചെയ്ത മക്കളായി നിങ്ങൾ മാറുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അർഹമുർറാഹിമീനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ.